യേശുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു വരുന്ന ഏത് വ്യക്തിക്കും ചുങ്കക്കാരൻ്റെ ഈ മനോഭാവമാണ് ഉണ്ടാവുക: കർത്താവേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന്. കാരണം പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് അശുദ്ധമായ ഹൃദയങ്ങളോടും അശുദ്ധാതരങ്ങളോടും അശുദ്ധമായ ശരീരത്തോടും കൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ എത്തുക. നമ്മുടെ അവസ്ഥയെ ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കുന്നു. സ്വയശൂന്യവൽക്കരിച്ച് നമ്മെ സ്നേഹിച്ച, പുത്രനെ നഷ്ടപ്പെടുത്തി, ജീവൻ നഷ്ടപ്പെടുത്തി നമ്മളെ സ്നേഹിച്ച ദൈവത്തെ സ്നേഹത്തിൻ്റെ മുമ്പിൽ സ്വാർത്ഥം തേടുന്ന നമ്മളുടെ സ്നേഹം വളരെ നിസ്സാരമാണ്. നമ്മൾ ബലഹീനരാ. ക്ഷമയുടെ നിറകുടമാണ് അവിടുന്ന്. എല്ലാവരോടും അവിടുന്ന് ക്ഷമിക്കുക മാത്രമല്ല, അത് മറക്കുകൂടി ചെയ്യുന്നു. നാം ക്ഷമിച്ചാലും മറക്കാതെ ഓർത്തിരുന്ന് വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിൽ മുറിവുകൾ രൂപപ്പെടുന്ന, ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യം നമുക്കുണ്ട്. അങ്ങനെ ഒത്തിരി അയോഗ്യതകളോടുകൂടി ആണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അതുതന്നെയാണ്: കർത്താവെ, പാപിയായ എന്നിൽ കനിയണമേ. യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് രോഗശാന്തിക്കായി ആഗ്രഹിച്ച പലരും പ്രാർത്ഥിച്ചത് അപ്രകാരം തന്നെയാണ്: പാപിയായ ഞങ്ങളിൽ കനിയണമേ എന്ന്. ആ ഒരു മനോഭാവത്തോടെ, എളിയ ഭാവത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ കൃപ നമ്മളിലേക്ക് ഒത്തിരി ഒത്തിരി ഒഴുകും. അത് നമ്മളെ കർത്താവിനോട് ചേർത്ത് നിർത്തുകയും ചെയ്യും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.